ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ടൊവിനോ നായകനെത്തിയ ARM എന്ന സിനിമയുടെ ഏറ്റവും പുതിയ യഥാർത്ഥ കേരള വേൾഡ് വൈഡ് 11 ദിവസത്തെ കളക്ഷൻ വന്നിരിക്കുകയാണ്. അത് പ്രകാരം സിനിമ വളരെ മികച്ച കളക്ഷൻ, ടൊവിനോയുടെ കരിയറിലെ റെക്കോർഡ് കളക്ഷൻ എല്ലാം തന്നെ ഇതിനോടൊപ്പം തന്നെ നേടിയെടുത്തിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ 3 ദിവസങ്ങൾ, അതായത് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായിട്ട് 10 കോടിയിലേറെ കേരള ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമയുടെ ആകെ കേരള ഗ്രോസ് 39 കോടി 25 ലക്ഷത്തിലേക്ക് വെറും 11 ദിവസങ്ങൾ കൊണ്ട് എത്തപ്പെട്ടിരിക്കുകയാണ്. സമീപകാലത്തെ ഒരു മലയാളം സിനിമ എടുത്തെന്നല്ല, ഏതൊരു ഭാഷയിലെ സിനിമ എടുത്ത് നോക്കിയാലും കേരളത്തിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം തരംഗമാകുന്ന സിനിമ കൂടിയായിട്ട് ARM മാറിയിരിക്കുകയാണ്. ഇന്ന് സിനിമയുടെ ഒഫീഷ്യൽ വേൾഡ് വൈഡ് കളക്ഷൻ വന്നിരുന്നല്ലോ. അത് പ്രകാരം 87 കോടി രൂപയുടെ പോസ്റ്ററാണ് ഇന്ന് സിനിമയുടെ നിർമ്മാതാക്കളെല്ലാം തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ അത് തള്ളാണ് എന്നത് കാണുന്ന എല്ലാവർക്കും തന്നെ അറിവുള്ളതാണല്ലോ. സിനിമയുടെ യഥാർത്ഥ വേൾഡ് വൈഡ് ഗ്രോസ് നിലവിൽ 68 കോടി രൂപയ്ക്ക് മുകളിലാണ്. അപ്പോൾ ട്രാക്കേഴ്സ് പുറത്തുവിട്ട കണക്കുകൾക്കും അപ്പുറം 19 കോടിയിലധികം രൂപ സിനിമ ഒഫീഷ്യലായിട്ട് നേടിയെടുത്തിരിക്കുന്നു എന്നതാണ് പോസ്റ്ററിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇനി കിഷ്കിന്ധകാണ്ഡം, അജയന്റെ രണ്ടാം മോഷണം എന്നീ 2 സിനിമകളുടെ ഏറ്റവും പുതിയ തിങ്കളാഴ്ച ദിവസത്തെ ഓണാവധിക്ക് ശേഷമുള്ള രണ്ടാമത്തെ തിങ്കളാഴ്ച ദിവസത്തെ പ്രീ സെൽ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 2 സിനിമകൾക്കും കാര്യമായ കളക്ഷൻ ഇടിവ് ഇന്ന ദിവസം സംഭവിച്ചിരിക്കുകയാണ്. ഇന്നലെ ഞായറാഴ്ച പ്രീ സെയിലായിട്ട് 1 കോടിയായിരുന്നു ARMന്റെ പ്രീ സെയിൽ എങ്കിൽ ഇന്നത്തെ തിങ്കൾ പ്രീ സെയിൽ 33 ലക്ഷത്തോളം രൂപയാണ്. അതേസമയം കിഷ്കിന്ധകാണ്ഡം എന്ന സിനിമ ARMനേക്കാൾ ഇന്നേ ദിവസം പ്രീ സെയിലിന്റെ കാര്യത്തിൽ മുന്നിലാണെങ്കിൽ പോലും വലിയ വ്യത്യാസമൊന്നും തന്നെ കിഷ്കിന്ധകാണ്ഡം ARM തിങ്കൾ പ്രീ സെയിൽ തമ്മിലില്ല. ഞായറാഴ്ച പ്രീ സെയിലായിട്ട് കിഷ്കിന്ധകാണ്ഡം 1 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് തിങ്കളാഴ്ച പ്രീ സെയിൽ 36 ലക്ഷമാണ്. 2 സിനിമകൾക്കും ഇന്ന് പുതിയ തിങ്കളാഴ്ച ദിവസവും 1 കോടിയിലേറെ കേരള ഗ്രോസ് ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാം. അപ്പോൾ ഇന്ന് മുതലുള്ള വർക്കിംഗ് ദിവസങ്ങളിലെ 2 സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.